പച്ച പപ്പായ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടതാ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള പപ്പായാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് തൊലിയൊക്കെ ഒന്ന് കളയണം. തൊലിയും അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വലുപ്പത്തിലും വണ്ണത്തിലും കട്ട് ചെയ്തെടുക്കാം. ഇത് കഴുകിയെടുത്തതാണ് കേട്ടോ. ഇനി ഞാനിതാ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2-2.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്ര ആണോ പപ്പായ എടുക്കുന്നത് അതൊക്കെ മുങ്ങിക്കിടക്കാനുള്ള പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചപ്പപ്പായ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് കുക്കായി പോകരുത്, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഈ പപ്പായ ഒന്നും ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് അത്രയും തന്നെ മതി. അങ്ങനെ നമ്മുടെ പപ്പായ തിളച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. അപ്പൊ നമുക്കിത് ഒന്ന് ഊറ്റിയിട്ട് ഒരു ടിഷ്യൂയിലേക്ക് മാറ്റാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതിന്റെ വെള്ളമൊക്കെ വലിഞ്ഞു പോകും. അങ്ങനെ വെള്ളമൊന്നും ഇതിൽ നിൽക്കില്ല. എന്നാലും നമുക്ക് ഇതുപോലെ ഒരു ടിഷ്യൂയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആയി വന്നോളും. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എത്രയാണ് പപ്പായ എടുത്തിട്ടുള്ളത് അതിന് അനുസരിച്ചിട്ടുള്ള അളവിൽ എല്ലാ ചേരുവകളും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു പപ്പായയാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് കോൺഫ്ലവർ ഒക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു വേവിച്ചെടുത്തിട്ടുള്ള പച്ച പപ്പായ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. കുടഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് ഇതിൽ എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും. ഇതിങ്ങനെ ഒരു കോട്ടിംഗ് ആയിട്ട് കിട്ടണം കേട്ടോ. നമുക്ക് ഒരു പീസിന്റെ മുകളിലൊക്കെ നല്ലൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടണം. അപ്പൊ ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം കേട്ടോ. ഇടക്കിടക്കായിട്ട് ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 2 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ആ ഒരു സമയത്ത് ഒക്കെ നമ്മൾ എണ്ണ ചൂടാക്കി എടുക്കാം. അപ്പൊ എണ്ണ ചൂടാവുന്ന സമയം ആകുമ്പോഴേക്കും ഇതിൽ നന്നായിട്ട് പൊടികളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഒരു കോട്ടിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂട് വേണം കേട്ടോ എണ്ണ. ഇടയ്ക്കതായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലുള്ള ഈ ഒരു പതയൊക്കെ നിന്ന് വരുമ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പൊ ഈ ഒരു സ്റ്റേജിലായി വരുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്കത് കോരിയെടുക്കാം. എന്നിട്ട് നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം കേട്ടോ. ചൂടോട് കൂടി കഴിക്കുമ്പോഴേ ഉള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ കഴിക്കുന്നത് പോലെ തന്നെ സോസ് ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം. ഇനിയിപ്പോൾ സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിൽ നമ്മൾ ഗരം മസാല ഒക്കെ ചേർത്തത് കാരണം പിന്നെ ഒരു മുളക് പൊടിയുടെ എരിവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.